ഇന്ന് അമ്മ കൂലിപ്പണിക്ക് പോയ സ്ഥലം, എന്റെ അമ്മ കൂലിപ്പണിക്ക് എവിടെയൊക്കെ, എന്റെ അമ്മ ഏതെല്ലാം പാടത്ത് ഏതെല്ലാം പറമ്പിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ ആ പറമ്പ് മുഴുവൻ സ്വന്തക്കാർ ഇന്ന് എന്റെ അമ്മയാ. കൊടക്കനാൽ അട്ടുവമ്പട്ടി എന്ന സ്ഥലത്ത്, കൊടക്കനാൽ തമിഴ്നാട്ടിലെ കൊടക്കനാൽ അട്ടുവമ്പട്ടി എന്ന സ്ഥലത്ത് തൈലമരം കയറി തൈലത്തിന്റെ ഇല വെട്ടി ബൈഡറിൽ കാച്ചി വെച്ചത് എന്റെ അച്ഛൻ. ആ കൊടക്കനാലിലെ എന്റെ അച്ഛൻ തൈലമരം വെച്ച സ്ഥലം ഇന്ന് സ്വന്തക്കാരൻ എന്റെ അനിയനാ. അച്ഛൻ പണിയുടെ സ്ഥലത്തിന് ഞാൻ കോത്തഗിരി എന്ന സ്ഥലത്ത്, തമിഴ്നാട് നീലഗിരി ജില്ലയിൽ ഊട്ടി കോത്തഗിരി എന്ന സ്ഥലത്ത് ചാരക്കട പണിയിൽ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മാവനായിരുന്നു. എന്തെങ്കിലൊക്കെ ബുക്ക് വാങ്ങാൻ പൈസ തരുമായിരുന്നു. എല്ലാ വർഷവും സ്കൂൾ കൂട്ടുന്ന സമയത്ത് എല്ലാ ആനുവൽ വെക്കേഷനും ചായക്കടയ്ക്ക് പണിക്ക് പോകും. അങ്ങനെ 10-12 വർഷം എന്നെ പഠിപ്പിച്ച അമ്മാവൻ ആ ചായക്കടയിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ 4 വർഷം. ഇന്ന് അതേ ചായക്കട അമ്മാവൻ പണി നിർത്തിക്കൊണ്ട് നീലഗിരി ഊട്ടിയിൽ നിന്നും വരുന്ന പച്ചക്കറി, കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, വെളുത്തുള്ളി ഏറ്റവും കൂടുതൽ മേട്ടുപ്പാളയം മാർക്കറ്റിൽ കച്ചവടം നടക്കുന്നത് എന്റെ തോട്ടത്തിൽ നിന്നാ, ഊട്ടിയിൽ നിന്ന്. ഇന്ന് എന്റെ അമ്മ എവിടെയാണോ പണിയെടുത്ത ആ സ്ഥലം സ്വന്തമായി ഇന്ന് എന്റെ അമ്മയുടെ പേര് ഞാൻ സ്വന്തമാക്കി മാറ്റിക്കൊണ്ട് ആ സ്ഥലത്ത് ഞാൻ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പകുതി പണി കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഐലൻഡ്. എന്റെ വീട് എന്ന് പറഞ്ഞത് ചെറിയൊരു കൂരയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോ അമ്മ പാത്രം കൊണ്ടിങ്ങനെ നിൽക്കും. എന്തിനറിയോ? മക്കളുടെ മേലെ വെള്ളം വീഴാതിരിക്കാൻ. രാത്രി ചട്ടിയും പാത്രം കൊണ്ട് ചുമരിൽ കൊണ്ട് വെക്കും. എന്തിനറിയോ? ഞാനും അനിയനും അനിയത്തിയും ഉറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ലായിരുന്നു, വീട്ടിനകത്തായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂരയായ വീട്ടിൽ ജനിച്ചവനാ ഞാൻ. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹിസ്റ്ററിയില്, ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹിസ്റ്ററിയില്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചരിത്രത്തിൽ ഇന്ത്യയിൽ ഒരുത്തനും കെട്ടാത്ത വീട് ഞാൻ കെട്ടി. ഞാൻ വീട് കെട്ടുമ്പോ നാട്ടുകാർ പറഞ്ഞു പൊട്ടൻ, അല്പന അർദ്ധരാത്രി എന്ത് കിട്ടിയാ പുറ പിടിക്കുവാട്ടോ, എന്തോ പറഞ്ഞു. അല്പന അർദ്ധരാത്രി അർത്ഥത്തിന്റെ പുറ. ഞാൻ വീട് കെട്ടിയത് നാട്ടുകാരെ കാണിക്കാനല്ല, എന്റെ അസോസിയേഷന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് ഇങ്ങനെ വീട് കെട്ടാറായെന്ന് ഞാൻ പ്രൂവ് ചെയ്തു. ഇന്ത്യയിൽ ഒരു സിനിമ നടന്നേക്കാൾ കേരളത്തിലെ ഏറ്റവും